ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ PR-ൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആവുക, ഓസ്ട്രേലിയയിൽ PR കിട്ടി ഫാമിലി ആയിട്ട് സെറ്റിൽ ആവുക, ഇതൊക്കെ ഒരു നേഴ്സിൻ്റെ സ്വപ്നമാണല്ലേ. എന്നാൽ ഓസ്ട്രേലിയൻ PR കിട്ടിയാൽ അതിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഈ ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ടാണല്ലോ ഒട്ടുമിക്ക നേഴ്സസൊക്കെ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഒക്കെ വേണമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓസ്ട്രേലിയൻ PR-ൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് എക്സെപ്ഷണൽ ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റി, രണ്ടാമത്തേത് ഫ്രീഡം ടു വർക്ക് എനിവെയർ ഇൻ ഓസ്ട്രേലിയ, തേർഡ് പോയിന്റ് ഹൈ സാലറി ആൻഡ് ജോബ് സെക്യൂരിറ്റി, നാലാമത്തെ പോയിന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ നഴ്സസ്, അടുത്തത് ആക്സസ് ടു മെഡിക്കെയർ, നെക്സ്റ്റ് വൺ ഫ്രീ ഓർ സബ്സിഡൈസ്ഡ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, സെവൻത്ത് വൺ pathway to citizenship, 8th one ability to sponsor family members, അടുത്ത പോയിന്റ് no employer dependency, 10th point access to social security benefits, 11th point unlimited travel in and out of Australia, അടുത്ത പോയിന്റ് children born in Australia can become citizens, last point ലോങ് ടേം റിട്ടയർമെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓസ്ട്രേലിയൻ PR-ൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഇതൊക്കെ. സോ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റി ആണ്. നിങ്ങൾ എല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ മെയിൻ റീസണിൽ ഒന്നാണല്ലോ ലൈഫ് സ്റ്റൈൽ. ഓസ്ട്രേലിയയുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ നാട്ടിലെ നഴ്സസിനൊക്കെ ഭയങ്കര ഇംപ്രസീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ സെറ്റിൽ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉള്ളൊരു കൺട്രിയാണ് ഓസ്ട്രേലിയ. അതിപ്പോൾ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കൺട്രി വളരെ ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. എൻവയോൺമെൻറ്റും വളരെ പീസ്ഫുൾ ആണ്. സോ പല നഴ്സസും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മെയിൻ റീസണിൽ ഒരെണ്ണമാണ് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈലിനകത്ത് ഇൻക്ലൂഡായി വരുന്ന വേറൊരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ്. നമ്മുടെ നാട്ടിലും ഗൾഫ് കൺട്രിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അവർക്ക് ഒരു ബാലൻസ് വർക്ക് ആൻഡ് അവരുടെ പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. എന്നാൽ ഓസ്ട്രേലിയയിൽ നമ്മൾ സെറ്റിൽ ആയിക്കഴിഞ്ഞാൽ RN ആയി വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ അവിടെ PR ഒക്കെ ആയി സെറ്റിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കും അതുപോലെ തന്നെ ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഫാമിലിയുടെ കൂടെ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വർക്ക് ലൈഫ് ബാലൻസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. ഇത് PR ഉള്ളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവും. കാരണം PR ഉള്ളവരാണെങ്കിൽ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും, അവർ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും അതുപോലെ വർക്കിൻ്റെ കാര്യത്തിലും ഫാമിലിയുടെ കാര്യത്തിലും ഒക്കെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയിലുള്ളത് മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റിയാണ്. അതായത് അവിടുത്തെ കൾച്ചർ, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അവർക്ക് ഓരോ കൾച്ചറായിരിക്കും. അവരുടെ റിലീജിയൻ ആണെങ്കിലും അതല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകളാണെങ്കിലും കൾച്ചറ് ഡിഫറൻസ് ഉണ്ടാവും. സോ മൾട്ടി കൾച്ചറൽ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. സോ നമ്മളെ ഇന്ത്യക്കാർ ഒത്തിരി പേര് അവിടെ ഉണ്ട്, അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. മൾട്ടി കൾച്ചറൽ ഫോളോ ചെയ്യുന്ന കൺട്രി ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് കൺട്രിയിൽ ഒരെണ്ണമാണെന്ന് വേണമെങ്കിൽ പറയാം. PR ആയിട്ട് ഫാമിലി ആയിട്ട് സെറ്റിൽ ആവാൻ പറ്റുന്ന കൺട്രിയിൽ ഒരെണ്ണമാണ് ഓസ്ട്രേലിയ. ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറയുമ്പോൾ ഫാമിലീനെ മാറ്റി നിർത്താൻ പറ്റില്ല അല്ലേ. മിക്ക നഴ്സസും പല കൺട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫാമിലി കൂടെ ഉണ്ടാവില്ല. ലൈക്ക് GCCയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലർ ഫാമിലീനെയൊക്കെ നാട്ടിലാക്കിയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ മാൾട്ട, വേറെ കുറച്ച് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സാണെങ്കിൽ ഫാമിലി ആയിട്ടായിരിക്കില്ല അവരവിടെ ജീവിക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി PR ഫ്രണ്ട്ലി കൺട്രിയാണ്. രജിസ്റ്റേർഡ് നേഴ്സ് ആയി കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് PR-ഓടുകൂടി തന്നെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഓസ്ട്രേലിയ ആണെന്നുള്ളത്. അടുത്ത പോയിന്റാണ് ഫ്രീഡം ടു വർക്ക് എനിവെയർ ഇൻ ഓസ്ട്രേലിയ. PR പല രീതിയിൽ വരുന്നുണ്ട്. ലൈക്ക് 189, 190 അങ്ങനെ പല കാറ്റഗറി വരുന്നുണ്ട്. 186 ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇപ്പം നിങ്ങൾക്കുള്ള PR ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് 5 years സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു വിസയാണ് PR എന്ന് പറയുന്നത്. ഈ 5 years ആ സ്റ്റേറ്റിൽ തന്നെ സ്റ്റേ ചെയ്യണം എന്നില്ല. ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് താമസിക്കാം. ആദ്യത്തെ ഒരു 2 വർഷം നിങ്ങൾക്ക് PR തന്ന ഒരു സ്റ്റേറ്റിൽ നിന്നതിന് ശേഷം നിങ്ങൾക്ക് വേറെ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീഡം ടു വർക്ക് എനിവെയർ ഇൻ ഓസ്ട്രേലിയ എന്നാണല്ലോ നമ്മുടെ പോയിന്റ്. സോ ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബട്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റ് ആണോ PR തന്നത് അവിടെ നിന്നതിന് ശേഷം നിങ്ങൾക്ക് വേറെ സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് സ്വിച്ച് ചെയ്യണം, അതിനൊന്നും PR-ൽ റെസ്ട്രിക്ഷൻ വരുന്നില്ല. സെയിം ടൈം നിങ്ങളൊരു വർക്ക് വിസയിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് PR ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. സോ PR എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഫ്രീഡം ഓഫ് വർക്ക് ഓർ ഫ്രീഡം ഓഫ് സ്റ്റേ. ഫ്രീഡം ഓഫ് വർക്കിൽ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യണോ, പാർട്ട് ടൈം വർക്ക് ചെയ്യണോ, ക്യാഷ്വൽ ജോബ് ചെയ്യണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഒരു എംപ്ലോയറുടെ അണ്ടറിലാണെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. നെക്സ്റ്റ് വരുന്നതാണ് ഹൈ സാലറി ആൻഡ് ജോബ് സെക്യൂരിറ്റി. ഹൈ സാലറി ഓസ്ട്രേലിയയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റ്സും ബാക്കിയുള്ള കൺട്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു PR ഹോൾഡർ ആയിട്ടുള്ള ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി കുറച്ചുകൂടി കൂടുതലായിരിക്കാം. കാരണം നിങ്ങൾക്ക് സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഓൾറെഡി PR ഉള്ള ഒരാളാണെങ്കിൽ എംപ്ലോയർക്ക് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത് ഡയറക്റ്റ് ഹയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാലറിയുടെ കാര്യത്തിൽ നെഗോഷിയേഷൻ പോസിബിൾ ആണ്. നെഗോഷിയേറ്റ് ചെയ്ത് നല്ല സാലറി തന്നെ കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. പിന്നെ ജോബ് സെക്യൂരിറ്റി അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. PR ഉള്ള ഒരു നേഴ്സാണെങ്കിൽ ജോബ് പോകുമോ അല്ലെങ്കിൽ ജോബിന് ബുദ്ധിമുട്ടുണ്ടോ, ഈ ഒരു എംപ്ലോയർ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവോ, വേറെ ജോബിലേക്ക് മാറണോ, അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ വേറെ ആരുടെയും കൺസെൻറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റൽ മാറണമെങ്കിലോ, ജോബ് സ്വിച്ച് ചെയ്യണമെങ്കിലോ, വേറെ സ്ഥലത്തേക്ക് പിന്നെ താമസം മാറണമെങ്കിലോ അതൊക്കെ ഒരു കുഴപ്പമില്ല. PR ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓസ്ട്രേലിയയിൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് PR ഹോൾഡേഴ്സിന് വളരെ കൂടുതലാണ്. പിന്നെ ഇതല്ലാതെ വീക്കെൻഡ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, ആ ഷിഫ്റ്റ് വർക്കിനൊക്കെ അഡീഷണൽ പെനാൽറ്റീസ് കിട്ടുന്നതായിരിക്കും. അതിപ്പോൾ PR ഉള്ളവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിലും ഈ ഒരു ബെനിഫിറ്റ് ഹോസ്പിറ്റൽ ഓർ ഏജ്ഡ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു കോമൺ റൂളാണ്. സെക്യൂരിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സൂപ്പർ ആനുവേഷൻ വരുന്നുണ്ട്. എംപ്ലോയർ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സൂപ്പർ ആനുവേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആനുവൽ പെയ്ഡ് ലീവ് വരുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രോയിങ് ആണ്. സോ ജോബ് സെക്യൂരിറ്റി കൂടുതലാണ്. PR ഉള്ളവർക്ക് അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പറയേണ്ടതില്ല. അവർക്ക് ജോബ് സെക്യൂരിറ്റി നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇൻ കേസ് സ്വിച്ച് ചെയ്യണമെങ്കിലും പ്രശ്നം വരുന്നില്ല. 4ാമത്തെ പോയിൻ്റാണ് ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ നഴ്സസ്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നഴ്സസിൻ്റെ പാരഡൈസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഓരോ ദിവസം കഴിയും തോറും കൂടിയാണ് വരുന്നത്. ഇപ്പോൾ റീജിയണൽ ഏരിയാസിൽ ഹോസ്പിറ്റൽസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടിയാണ് വരുന്നത്. സോ നഴ്സസിന് ബെറ്റർ ഓപ്ഷൻ കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. അത് PR ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ട് കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കരിയർ ഗ്രോത്തും ഓസ്ട്രേലിയയിലെ വേറൊരു ഫാക്ടറാണ്. ഇപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാത്രമല്ല, ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, നേഴ്സ് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാം, നേഴ്സ് എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ചില നേഴ്സസ് അവരുടെ ടോപ്പ് ലെവൽ, അതായത് ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അവർ പാർട്ടാവുന്നുണ്ട്. അതിപ്പോൾ മാനേജീരിയൽ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും നഴ്സസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പല നഴ്സസും മാനേജ്മെൻറ്റ് റോളിൽ ഇപ്പോൾ സ്റ്റിൽ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നഴ്സസിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഓൾറെഡി PR ഉള്ള ഒരു നേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ PR ഹോൾഡേഴ്സ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ സബ്സിഡൈസ്ഡ് ഫീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. നോർമൽ സ്റ്റുഡൻസിനെക്കാട്ടിലും, അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഓൺഷോർ ആയിട്ടുള്ള PR ആപ്ലിക്കൻസിന് വളരെ കുറഞ്ഞ ഫീസിലോ ഫ്രീ ആയിട്ടോ കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ജോബ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലും പബ്ലിക് ഹോസ്പിറ്റലിലും ഒരുപോലെ തന്നെയാണ്. PR ഉള്ള ഒരാൾക്ക് ജോബ് സെക്യൂരിറ്റിയുടെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും ജോബ് സെക്യൂരിറ്റി നല്ല രീതിയിൽ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് ആ ജോബ് സ്വിച്ച് ചെയ്ത് വേറെ ജോബിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. PR ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് 5 yearsലേക്കുള്ളൊരു വിസയാണുള്ളത്. അത് നിങ്ങൾക്ക് എവിടെ വർക്ക് ചെയ്യാനും
നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു വിസയാണ് PR വിസ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് ആക്സസ് ടു മെഡിക്കെയർ. PR കിട്ടണം എന്നുള്ള ആഗ്രഹം മെയിനായിട്ട് വരുന്നത് മെഡിക്കെയർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ നമ്മൾക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വന്നാൽ ഹ്യൂജ് എമൗണ്ട് ആണ്. സോ അതിന് ഒരു ഓപ്ഷനായിട്ടാണ് മിക്ക ആളുകളും PR കാണുന്നത്. സോ PR ഉള്ള ആളുകൾക്ക് ഓസ്ട്രേലിയയിൽ മെഡിക്കെയർ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയിലെ മെഡിക്കെയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് മെഡിക്കെയർ എന്ന് പറയുന്നത്. അത് PR ഹോൾഡേഴ്സിന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ഈ ഫ്രീ മെഡിക്കെയറിൽ GP വിസിറ്റൊക്കെ ഫ്രീ ആണ്. പിന്നെ ചില ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ഓസ്ട്രേലിയൻ PR ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് 5 പോയിന്റ്സ് ആണ് ഓസ്ട്രേലിയൻ PR കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതൊരു ലെങ്തി വീഡിയോ ആണ്. സോ നമ്മൾ ഈ ഒരു 5 പോയിന്റ്സ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കി പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പാർട്ട് 2 ആയി വരുന്നവരെ ബൈ.